CA ഫൈനൽ സാധാരണ ഇതിൽ പഠിക്കാൻ തുടങ്ങുക ഒരു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടാണ്. മുമ്പാണെങ്കിൽ ഇത് നടക്കും, കാരണം 6 മാസത്തിൽ കൂടുമ്പോൾ ഒരു എക്സാം വരിക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 3 എക്സാമാണ്. സോ CA ഫൈനൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും റിസൾട്ട് വരാൻ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ അടുത്ത അറ്റംപ്റ്റ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി അറ്റംപ്റ്റ് ആണ് വരാനുള്ളത്. ഇപ്പോൾ തുടങ്ങിയാൽ വി ഹാവ് എക്സാക്ട്ലി 3 months. ചിലപ്പോൾ ഇപ്രാവശ്യം എക്സാം എഴുതിയ കുട്ടികളുണ്ടാവും, അവർ ചിലപ്പോൾ വിചാരിക്കേണ്ട റിസൾട്ട് വന്നിട്ട് ഇത് തുടങ്ങാം. റിസൾട്ട് വന്നിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത എക്സാമിന് മുമ്പ് തീർക്കാൻ പറ്റില്ല. സോ നമ്മളെപ്പോഴും മുമ്പേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു വോണ്ട് ഡു ഇറ്റ് ഏർലി. സോ ഇത് CA ഫൈനലിൻ്റെ കാര്യത്തിൽ വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ 3 months ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. നമ്മളൊരു കൂട്ടമായിട്ട് ഇരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ അവിടെ ഒരു സിനർജി ഗെയിൻ ഉണ്ടാവില്ല, നമ്മൾക്കൊരു ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ച് നമ്മളൊരു കൂട്ടത്തിൽ വന്നിരിക്കുന്ന സമയത്ത് മെയിൻലി നമ്മളുടെ IIMന്റെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് അറിയോ, ഒന്ന് ഈ സിനർജി ഗെയിൻ, ഗ്രൂപ്പ് സിനർജി എന്താ വെച്ചാൽ നമ്മളെ ക്യൂബിക്കിൾസിലേക്ക് അതിൻ്റെ അടുത്തേക്ക് കയറി കഴിഞ്ഞാലോ ഓട്ടോമാറ്റിക്കലി പഠിക്കും. വെറുതെ വന്ന് അവിടെ ഇരിക്കുന്ന ഒരാളെന്നൊക്കെ എന്ത് ചെയ്യും, ആൾ പഠിച്ചു പോകും. ബിക്കോസ് ദാറ്റ് ഈസ് ദ അറ്റ്മോസ്ഫിയർ. ഇവിടെ നമ്മളെല്ലാം സെൽഫ് റെഗുലേറ്ററി ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. നിങ്ങളുടെ മൊബൈൽ പിടിച്ചു വെക്കുക, നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുക, അവിടെ പോകരുത് ഇവിടെ പോകുക, അങ്ങനെയൊന്നുമില്ല. എവറിത്തിങ് ബേസ്ഡ് ഓൺ ദ സെൽഫ് റെഗുലേഷൻസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇൻസ്പിറേഷൻ കൈൻഡ് ഓഫ് സാധനമല്ലേ, ദാറ്റ് ഷുഡ് കം ഔട്ട്. അതിൻ്റെ ഇടയിൽ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് നമ്മൾ CA ഫൈനൽ കഴിഞ്ഞ കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസ് കേട്ടാൽ തന്നെ മതി. പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ മുമ്പേ എത്തിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മുമ്പേ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളത്. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പം CA ഫൈനലിനെ പല കുട്ടികളും ആർട്ടിക്കിൾസ് ഒക്കെ ചെയ്തിട്ട് ജോബിന് പോകും, കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഈ ഗ്യാപ്പ് വന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെവർ എവർ സ്റ്റാർട്ട് എലോൺ. എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഈ രീതിയിലുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് നമ്മൾ തുടങ്ങുന്നത് കണ്ടല്ലോ. ഓരോ ഡേയും കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും. ആ ഇംപ്രൂവ്മെന്റ് ആയിരിക്കും അവരുടെ കോൺഫിഡൻസ്. ഒരു 5-10 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ കോൺഫിഡൻസ് ഡെപ്പോസിറ്റ് ആയി വരും. ഓഫ് കോഴ്സ് ദേ വിൽ ബി ഇൻ ദ ട്രാക്ക്. CA ഫൈനൽസിന്റെ മാർക്കറ്റിൽ ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പല സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ ഈ കൈൻഡ് ഓഫ് ഒരു കൺട്രോളിങ് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു ചേഞ്ച് അത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൽഫ് റെഗുലേറ്ററി മോഡാണ്. നമുക്കിടയിൽ പുറത്ത് പോകാം, ചായ കുടിച്ച് വരാം, അതൊന്നും പ്രശ്നമില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഹാപ്പൻസ് ഇൻ എക്സാക്ട്ലി ഹാർട്ട് ഓഫ് ദ സിറ്റി. സോ എവറിത്തിങ് ഈസ് നിയർ ബൈ ആൻഡ് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലാണ് എവറിത്തിങ് ഉള്ളത്. സോ നമ്മളുടെ ആക്സസും എല്ലാം നടക്കും എന്ന് വെച്ചിട്ട് ഫുൾ ഔട്ട്സൈഡിലായി പോയി ചെയ്യില്ല, ബിക്കോസ് ആ ഒരു പിടുത്തം അവിടെ ഉണ്ടാവും. എനിവേ CA ഫൈനലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഐ നൗ ബിലീവ്. എനിവേ CA ഫൈനൽസ് വെൽക്കം ഫോർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. സ്റ്റാർട്ട് ഇറ്റ് ഏർലി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.